ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? അങ്ങനെ നമ്മുടെ അടീനിയത്തെക്കുറിച്ചുള്ള വീഡിയോസൊന്നും ഇല്ലല്ലോ എന്ന് പരാതി പറഞ്ഞ അടീനിയം ലവേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു അടീനിയത്തിൻ്റെ കെയറിങ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു അടീനിയം വളർത്തുന്നത് എന്ന് പ്രോപ്പറായി അറിയാത്തതിൻ്റെ പേരിൽ മാത്രം ഇത്രയും മനോഹരമായ പൂക്കളോട് കൂടിയ അടീനിയം ചെടികൾ വാങ്ങാത്ത ഒരുപാട് പേർ നമ്മുടെ തന്നെ റോസ് വാങ്ങിക്കുന്നവരിലും അല്ലാതെയുമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെയും പ്രിയപ്പെട്ടവരിൽ ഒരാളായ ഈ അടീനിയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആകാം ഇന്നത്തേത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ റോസിനേക്കാളും മറ്റേതൊരു ചെടിയേക്കാളും വളരെ കെയറിങ് കുറവ് വേണ്ടുന്ന ഒരു ചെടിയാണ് അടീനിയം. പൂക്കൾ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ വലുതായി വരുന്ന കോഡെക്സ് കൊണ്ടും വളരെ ഭംഗിയുള്ള ഒരു അലങ്കാര ചെടിയാണ് അടീനിയം. അടീനിയം വളർത്തലിനെക്കുറിച്ച് അജ്ഞരായ കുറച്ച് ആൾക്കാരുടെ ഒരു അബദ്ധധാരണയുണ്ട്. അതായത് അടീനിയം വെറുതെ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിക്കുമ്പോഴേ ചീഞ്ഞു പോകും, അതിന് ആയുസ്സില്ല, അല്പായുസ്സാണ് എന്നെല്ലാം. പക്ഷേ നമ്മൾ 20-30 വർഷമായിട്ടുള്ള ചെടികൾ വരെ വളർത്തുന്ന ഒരുപാട് അടീനിയം ലവേഴ്സുണ്ട്. അവരുടെയൊക്കെ ചെടികൾ എത്രയോ നാളായി മഴയും വെയിലും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള കെയറിങ്ങിൽ നോക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മുടെ റോസിൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ പോട്ടി മിക്സ് എന്താണെന്ന്. അതേ പോട്ടി മിക്സ് തന്നെയാണ് നമ്മൾ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ലീഫി പ്ലാന്റ്സിനും ഹാങ്ങിങ്, ഇൻഡോർ, ഔട്ട്ഡോർ എന്ന് വേണ്ട എല്ലാവിധ പ്ലാന്റ്സിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു പോട്ടി മിക്സിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നമ്മൾ ഈ അടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം. അത് തന്നെയാണ് നമ്മൾ അടീനിയത്തിനും ഉപയോഗിക്കുന്നത്. ആ വീഡിയോയിൽ തന്നെ നമ്മളൊരു അടീനിയം പോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനത് ഇതിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ എടുക്കുന്നത് ഏത് അളവ് പാത്രമാണോ, അതായത് നിങ്ങൾക്ക് എത്ര ചെടികളാണോ നടാനുള്ളത് അതിനനുസരിച്ച് ഒരു അളവ് പാത്രം എടുത്ത് നിങ്ങൾ ഈ പറയുന്ന അളവിലാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്. അതായത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, സാഫ്, ഇത്രയുമാണ് നമുക്ക് ഈ പറയുന്ന അടീനിയത്തിൻ്റെ പോട്ടി മിക്സിനായിട്ട് വേണ്ടത്. സാഫ് നമ്മൾ അതിനകത്ത് പറയുന്നില്ല, പക്ഷേ സാഫ് അതിലും ഇതിലും എല്ലാം ചേർക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അടീനിയം ആയതുകൊണ്ട് ഞാൻ സാഫ് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പോൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഒരു പാത്രം മണ്ണ്, ഒരു പാത്രം മണൽ, ഒരു പാത്രം ചാണകപ്പൊടി, അരപ്പാത്രം എല്ലുപൊടി, 1/4 പാത്രം വേപ്പിൻ പിണ്ണാക്ക്, 1 സ്പൂണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനകത്തൊരു 2-3 സ്പൂണ് അളവനുസരിച്ച് ഇട്ട് കൊടുക്കുക. സാഫ് ഇടുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതായത് നമ്മൾ NPK ചേർക്കുന്ന ഒരു രീതി പറഞ്ഞത് അതുപോലെ ഒരു കുറച്ച് 2-3 സ്പൂണൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് അടീനിയം നടാനും റോസ് നടാനും എല്ലാം ഉപയോഗിക്കാറുള്ളത്. പോട്ടി മിക്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് അടീനിയം വാങ്ങുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വളമെല്ലാം ചേർത്ത് നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു, ചീച്ചിലുണ്ടാകുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചീഞ്ഞു പോകുന്നു എന്നൊക്കെ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ വളങ്ങളൊന്നും ചേർക്കാതെ മണ്ണ്, മണൽ തുല്യമായ അളവിലെടുത്ത് മിക്സ് ചെയ്ത് ആദ്യമേ ഈ ചെടി നട്ട് വയ്ക്കുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അക്കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അത് വേര് പിടിച്ച് നന്നായി വേരോടുന്ന ഒരു മീഡിയമാണ് മണൽ എന്നുള്ളത്. പിന്നെ മണലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ മണൽ കിട്ടാത്തവരായിരിക്കാം. എനിക്കും അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ മണലിന് പകരം ഉപയോഗിക്കുന്നത് എംസാൻഡാണ്. പഴയ എംസാൻഡാണ് ഉപയോഗിക്കേണ്ടത്. പുതിയ എംസാൻഡ് ഒരിക്കലും ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കരുത്. എംസാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ്, എത്ര വേഗത്തിലാണ് ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ ഓടുന്നത് എന്നുള്ളത്. കാരണം എല്ലാ ചെടികളും എംസാൻഡിലൂടെ വളരെ വേഗത്തിൽ വൈറ്റ് റൂട്ട്സ് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു അടീനിയം നടുന്നത് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള അടീനിയത്തിൻ്റെ കോഡെക്സ് ഭാഗം മാത്രമാണ് നമ്മൾ മുകളിൽ വെച്ച് നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ വേരുകളും കട്ട് ചെയ്ത് മാറ്റി അത് കോഡെക്സ് ഒരു ഷേപ്പുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. ഈ കോഡെക്സ് വലുതായി വരുന്തോറും അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ല ഒരു ഷേപ്പിലും സ്മൂത്തായിട്ടും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് കോഡെക്സ്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ സാഫ് വാട്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണാണ്. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഏകദേശം ഒരു 10 കപ്പ് വെള്ളം ഉണ്ടായിരിക്കാൻ നമുക്കൊരു 6-7 സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് പോട്ടെടുക്കുക. പോട്ടിലേക്ക് ഓട്ടിൻ കഷ്ണങ്ങളോ ഒന്നും ഡ്രെയിനേജിൻ്റെ അവിടെ വയ്ക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച്
കരിയില അതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഇളക്കമുള്ള പോട്ടി മിക്സ് അതിലേക്ക് നിറയ്ക്കുക. സാധാരണ റോസ് നടുമ്പോൾ നമുക്ക് പകുതിയോളം പോട്ടി മിക്സ് നിറച്ചാൽ മതി, റോസ് ആയാലും മറ്റു ചെടികളായാലും. പക്ഷേ അടീനെ നടുമ്പോൾ നമ്മൾ ഒരു 1/4 ഭാഗത്തോളം തന്നെ മണ്ണിട്ട് ചട്ടി നിറയ്ക്കണം. കാരണം നമ്മൾ നടാൻ പോകുന്ന അടീനിയത്തിൻ്റെ വേര് ഭാഗം കുറച്ച് പാർട്ട് മാത്രമാണുള്ളത്. അത് മാത്രം നമുക്ക് മണ്ണിനടിയിലേക്ക് പോയാൽ മതി. കോഡെക്സ് കുറച്ച് വീർത്ത്, എവിടെ നിന്നാണോ വീർത്ത് തുടങ്ങിയിരിക്കുന്നത് അവിടെ മുതൽ മുകളിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ചെടിയുടെ ആരോഗ്യത്തിനും ഭംഗിക്കും കോഡെക്സിൻ്റെ ആരോഗ്യത്തിനും അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അഡീനിയം വർഷം തോറും റീപോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം കോഡെക്സ് മണ്ണിനടിയിലിരുന്നാലാണ് ചെയ്യുന്നതിനും മറ്റും ചാൻസ് കൂടുതൽ. കോഡെക്സ് വലുതായി വരുംതോറും അത് മുകളിൽ വെച്ച് പോട്ട് ചെയ്യുമ്പോൾ ആ ചെടിക്കുണ്ടാകുന്ന ഭംഗി കോഡെക്സ് അടിയിലായിരിക്കുമ്പോൾ ഉണ്ടാവില്ല എന്നതും ഒരു കാരണമാണ്. അങ്ങനെ നമ്മൾ ചെടി അതിലേക്ക് വെച്ചിട്ട് വേര് ഭാഗം മാത്രം മണ്ണിനടിയിലാക്കി മുകളിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ സാഫ് മിക്സ് ചെയ്ത വെള്ളം ചെടി മുഴുവൻ നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. ഡ്രെയിനേജ് ഹോൾ കൂടി ഈ സാഫ് വാട്ടർ പുറത്തേക്ക് പോകുന്നത് വരെ നമ്മൾ ഈ സാഫ് വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. മണ്ണിലോ ചെടിയിലോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് ഭാഗത്ത് എവിടെയെങ്കിലും ഫംഗസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പോകാനും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സാഫ് ഫംഗിസൈഡ് കലർത്തി ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു അഡീനിയം പോട്ട് ചെയ്ത് വെക്കുന്നത്. എംസാൻഡും മണ്ണും കൂടി മിക്സ് ചെയ്ത് വളങ്ങളൊക്കെ ചേർത്ത നമ്മുടെ ഈ പോട്ടി മിക്സിൽ നിന്നും വെള്ളം ഊർന്നു പോകുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം ഇളക്കമുള്ളതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന്. ഇങ്ങനെയുള്ള ഇളക്കമുള്ള പോട്ടി മിക്സാണ് നമ്മുടെ എല്ലാ ചെടികൾക്കും നല്ലത്. അങ്ങനെ ഇളക്കമുള്ള പോട്ടി മിക്സിൽ വെച്ചിരിക്കുന്ന ചെടികൾ മാത്രമാണ് നന്നായിട്ട് പൂക്കളും നിറയെ ഇലകളുമായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന ഒരു മണലിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ചോദിക്കുകയാണെങ്കിൽ അത് എംസാൻഡാണ്. ഒരുപക്ഷെ അത് മണലിനേക്കാളും നല്ലതാണ് എന്നാണ് ഞാൻ പറയൂ. ഞാൻ സാധാരണയായിട്ട് ചെറിയ ചെടികൾ എത്ര ചെറുതാണെങ്കിലും ഞാൻ ഈ വളമെല്ലാം ചേർത്തേ വെക്കാറുള്ളൂ. അത് എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ മണ്ണും മണലും മാത്രം മിക്സ് ചെയ്താണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ. ഈ ചെടികളെല്ലാം തന്നെ ചെറിയ ചെടികളാണ്. അപ്പോൾ ഇതെല്ലാം കോഡെക്സ് മാക്സിമം മുകളിൽ വെച്ച് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞയടിച്ച് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഒട്ടും അത് കണ്ടിട്ട് നമുക്ക് വിഷമം വേണ്ട. കാരണം അത് ചെടിയുടെ തന്നെ ഒരു പ്രിക്കോഷനാണ്. അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടികൾ തന്നെ എടുക്കുന്ന ഒരു പ്രിക്കോഷനാണ് അതിൻ്റെ ഈ യെല്ലോയിഷ് കളറും ഇലകൾ താഴെ വീഴുന്നതും. അങ്ങനെ അഡീനിയത്തിൻ്റെ പോട്ടി മിക്സും എങ്ങനെയാണ് ഒരു അഡീനിയം പോട്ട് ചെയ്യേണ്ടതെന്നും പ്രാഥമികമായി പറഞ്ഞു തന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കതിൽ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എൻ്റെ നമ്പറിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കമൻ്റ് ഇട്ടാൽ ഞാനതിൽ റിപ്ലൈ തരാം. പോട്ട് ചെയ്ത അഡീനിയം എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള ഒരു സംശയമാണ് ഇനി അടുത്തത്. അതായത് നമ്മൾ അഡീനിയം പോട്ട് ചെയ്ത ശേഷം നല്ല സൂര്യപ്രകാശം അടിക്കുന്ന, അതായത് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നേരെ വെയിൽ വെക്കേണ്ട. കാരണം മഴ പെയ്താൽ അതിൽ തട്ടാൻ പാടില്ലാത്ത വിധം മാറ്റി വയ്ക്കുക. നേരെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുക്കണ്ട. കാരണം അത് വേര് പിടിച്ചിട്ട് മാത്രം നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റോട്ട് മാറ്റിയാൽ മതി. തൽക്കാലം നമുക്ക് നന്നായിട്ട് ദിവസം മുഴുവൻ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഞാൻ അങ്ങനെ വെയിൽ കൊള്ളുന്ന ഇടത്താണ് വെക്കാറുള്ളത്. അത്യാവശ്യം നല്ല വെയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊള്ളുന്ന ഇടത്താണ് ഞാൻ അഡീനിയം പോട്ട് ചെയ്ത് വെക്കാറുള്ളത്. എന്നാൽ മഴയൊട്ടും നനയുകയുമില്ല. അങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മൾ അഡീനിയം സൂക്ഷിക്കേണ്ടത്. മഴ സമയത്ത് അഡീനിയം റീപോർട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് പറയാറുള്ളത്. അത് വെയിൽ കിട്ടാനുള്ള വെയിലിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തീരെ ഡാർക്കായിട്ടുള്ള ഏരിയയിലൊക്കെ അഡീനിയം റീപോർട്ട് ചെയ്ത് വെക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത് അങ്ങനെ വെച്ചാലാണ് നിങ്ങളുടെ അഡീനിയം വേഗം ചീഞ്ഞു പോകുന്നത്. വെയിൽ കൊണ്ടാലല്ല അഡീനിയം നശിക്കുന്നത്, തണൽ വെക്കുമ്പോഴാണ്. നമ്മൾ പോട്ട് ചെയ്ത് വെച്ച ഒരു അഡീനിയം വേര് പിടിച്ചത് നമുക്കറിയാൻ പറ്റും. കാരണം അത്
ഉറച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉറച്ചതിന് ശേഷം നമുക്ക് നേരെ വെയിൽ കൊണ്ടുവയ്ക്കാം. ചെറിയ വെയിലൊന്നും അങ്ങനെയൊന്നും നോക്കണ്ട. റോസയെ പോലെ നേരെ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. എന്നാൽ മഴയാണെങ്കിൽ നമ്മൾ എവിടെയാണോ വെച്ചത് അവിടെ തന്നെ സൂക്ഷിക്കുക. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ അടുത്ത് പോട്ട് ചെയ്ത ചെടികളൊന്നും തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല. ചെടികൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് വെക്കണോ വേണ്ടയോ എന്നുള്ള, അതായത് നേരെ വെയിൽ കൊണ്ട് വെക്കണോ വേണ്ടയോ അങ്ങനെയുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ റീപോർട്ട് ചെയ്ത് വേരൊക്കെ പിടിച്ചു പൂക്കളൊക്കെ ആയി തുടങ്ങിയ അഡീനിയം ചെടികൾ എങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് കെയർ ചെയ്യേണ്ടത് എന്നാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ വെയിലാണ്. അഡീനിയം എന്നാൽ വെയിലെന്നാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. ദിവസം മുഴുവൻ സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണ് അഡീനിയം. അപ്പോൾ പൂർണ്ണമായും സൺലൈറ്റിൽ നിൽക്കുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാലും അഡീനിയം വളരെ സന്തോഷമായിട്ട് തന്നെ നിൽക്കും. വെയിലില്ലെങ്കിലാണ് അഡീനിയം ചീഞ്ഞു പോകുന്നതും പൂക്കൾ കുറയുന്നതും വളർച്ചയില്ലാതാവുന്നതുമൊക്കെ. രണ്ടാമത്തെ കാര്യമെന്നാൽ അതിൻ്റെ വാട്ടറിംഗ് ആണ്. ചുവട് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം കൊടുക്കുക. കാരണം അതിൻ്റെ കോഡക്സിൽ നിറയെ വാട്ടർ കണ്ടൻ്റ് ആണുള്ളത്. ആ ചെടിക്ക് ഒരു 10 ദിവസം വരേക്കും വെള്ളം കൊടുത്തില്ലെങ്കിലും നിലനിന്ന് പോകാൻ വേണ്ടുന്നത്ര അതിലും അധികം വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ കോഡക്സിൽ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളവും കൂടി ചേർന്നിട്ട് അത് അധികമായി കഴിഞ്ഞാൽ അതിനെ ചീഞ്ഞു പോകാനും ഫംഗസ് ഉണ്ടാകുന്നതിനും ചീഞ്ഞു പോകുന്നതിനുമെല്ലാം കാരണമാകും. അതുകൊണ്ട് അഡീനിയത്തിൻ്റെ ചുവട് ഉണങ്ങി എന്നത് കണ്ടതിന് ശേഷം മാത്രം വെള്ളം കൊടുക്കുക. അഡീനിയം പോട്ട് ചെയ്യേണ്ടത് പരന്ന ചട്ടികളിലായിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയും അതിന് കോഡക്സിന് വളരാൻ സൗകര്യപ്രദവുമായിട്ടുള്ളത്. അത് സിമൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കറുത്ത പ്ലാസ്റ്റിക് പോട്ടോ ആയിരുന്നാൽ ഏറ്റവും നല്ലതാണ്. പലരും മണ്ണിൻ്റെ ചട്ടിയിലും അഡീനിയം വളർത്തുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. എന്നിരുന്നാലും പ്രിഫറബിളായിട്ടുള്ളത് സിമൻറ്റിൻ്റെ പോട്ടോ അല്ലെങ്കിൽ അതേപോലെ കറുത്ത പ്ലാസ്റ്റിക് പോട്ടുമൊക്കെയാണ് അതിന് ഏറ്റവും നല്ലത്. കാരണം അത് ചൂട് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ടാണ്. വളം കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അടിവെള്ളം ചേർത്താണ് അഡീനിയം നടുന്നതെങ്കിൽ അടുത്ത പ്രൂണിങ്ങിൽ മാത്രം വളം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇലകൾ വന്നു തുടങ്ങിയതിന് ശേഷം, പുതിയ ഇലകൾ വന്നു തുടങ്ങിയതിന് ശേഷം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അടങ്ങിയ ഒരു മിശ്രിതമാണ് നമ്മൾ വളമായിട്ട് കൊടുക്കേണ്ടത്. ചട്ടിയുടെ വലിപ്പമനുസരിച്ച് കൊടുക്കുക. വളപ്രയോഗത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനൽ മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും അതുപോലെ തന്നെയാണ് നമ്മൾ വളത്തിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. കൊടുക്കുന്ന തവണകൾ മാത്രമാണ് അഡീനിയത്തിന് വ്യത്യാസം. അതായത് മാസം തോറും റോസിനും മറ്റു ചെടികൾക്കും വളം കൊടുക്കുന്നത് പോലെ അഡീനിയത്തിന് വളം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. 2 പ്രൂണിങ് വർഷത്തിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ടതുണ്ട്. ആ 2 പ്രൂണിങ്ങിൻ്റെ സമയത്ത് മാത്രം അഡീനിയത്തിന് ഇതേപോലെ ചാണകപ്പൊടി, എല്ലുപൊടി, റോക്ക് ഫോസ്ഫേറ്റൊക്കെ ഉൾപ്പെടുന്ന വളം കൊടുത്താൽ മതി. വളപ്രയോഗത്തെക്കുറിച്ച് ചെയ്തിരിക്കുന്ന വീഡിയോ അതിൻ്റെ ലിങ്കും ഇതിൽ തന്നെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടാൽ മതി. സെയിം കണ്ടൻറ്റ് തന്നെയാണ് ഇതിൻ്റെയും വളപ്രയോഗത്തിൽ ഉള്ളത്. മാസം തോറും ആഴ്ച തോറുമൊക്കെ വളം കൊടുത്താൽ കോഡക്സ് എത്രയും വേഗം ഫംഗൽ ബാധിച്ച് ചീഞ്ഞു പോകുന്നതിന് ഒരു കാരണമാകും. പ്രൂണിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. 2 പ്രൂണിങ്ങാണ് അഡീനിയത്തിന് ഒരു വർഷം നിർബന്ധമായും ചെയ്യേണ്ടത്. പ്രൂണിങ് ചെയ്യാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അഡീനിയത്തിൻ്റെ കമ്പുകൾ നീണ്ട് വളർന്ന് ഒരു ഭംഗിയില്ലാതാകും. പൂക്കൾ കുറയും. കമ്പുകൾ ഇങ്ങനെ നീണ്ടു വളരുന്നതിനനുസരിച്ച് അതിൻ്റെ അറ്റം ചീഞ്ഞുമൊക്കെ കേടാകും, ഇൻഫെക്ഷനാകും, ചീച്ചിലുണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ നമ്മൾ കൃത്യമായി പ്രൂൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡീനിയത്തിൻ്റെ ഒരു സ്റ്റെം പ്രൂൺ ചെയ്താൽ അതിൽ നിന്നും 3ഉം 4ഉം ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെടി ബുഷാവുകയും അതിനനുസരിച്ച് കോഡക്സ് വലുതാവുകയും ചെയ്യും. ഓരോ പ്രൂണിങ്ങിന് ശേഷം മാത്രം അഡീനിയത്തിന് വളം കൊടുക്കുക. വളം കൊടുത്തതിന് ശേഷം ഒരു 20 ദിവസം കഴിയുമ്പോഴേക്കും പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും അതിലെല്ലാം പൂക്കൾ നിറയുന്നതിന് വേണ്ടി നമുക്ക് ഫ്ലവറിംഗ് ബൂസ്റ്റർ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേ ചൊല്ലിയുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വളപ്രയോഗത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുക്കുന്നത്, എന്താണ് ഫ്ലവറിംഗ് ബൂസ്റ്റർ എന്നുള്ളതെല്ലാം അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. പൂക്കൂട പോലെ പൂ പിടിച്ച് നിൽക്കുന്ന ഒരു സുന്ദരി ചെടിയാണ് അഡീനിയം. അപ്പോൾ ഫ്ലവറിംഗ് ബൂസ്റ്റർ കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലെല്ലാം. പ്രൂണിങ്ങിൻ്റെ സമയം ഏതൊക്കെയാണെന്ന് പലർക്കും സംശയമുണ്ട്. വർഷത്തിൽ ആദ്യം പ്രൂൺ ചെയ്യേണ്ടത് ഫെബ്രുവരി മാസത്തിലാണ്. ജനുവരി ഫെബ്രുവരി സമയമാകുമ്പോഴാണ് ആദ്യത്തെ പ്രൂണിങ് ചെയ്യേണ്ടത്.
ഫെബ്രുവരി മാസത്തിലെ പ്രൂണിങ്ങിന് ശേഷം നമ്മുടെ ചെടികളിലുണ്ടാകുന്ന പുതുതളിരുകളിലെല്ലാം തന്നെ മൊട്ടുകളുണ്ടാകും. നമ്മൾ ഫ്ലോറിംഗ് ബൂസ്റ്റർ കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൂട പോലെ പൂ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്സ് ഉണ്ടാകും. പക്ഷേ വരുന്ന മഴക്കാലത്ത് ഈ പുതുപൂക്കളെല്ലാം തന്നെ ചിലത് വിരിയും, ചിലത് ചീഞ്ഞു പോകും, ചിലത് കൊഴിഞ്ഞു പോകും, മൊട്ടുകൾ കൊഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെയാണ് സാധാരണ. അതുകൊണ്ട് വിഷമിക്കേണ്ട. കാരണം നമ്മുടെ ചെടികളിൽ നിന്ന് ഒരു സ്റ്റെമ്മ് പ്രൂൺ ചെയ്താൽ തന്നെ 4 ബ്രാഞ്ചസ് വന്ന് ചെടികൾ ബുഷാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ പ്രൂണിങ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫെബ്രുവരി മാസത്തിലെ പ്രൂണിങ് കൊണ്ട് നമ്മൾ ഫ്ലവറിങ് അല്ല ഉദ്ദേശിക്കുന്നത്. കൂടുതലും നമുക്ക് ചെടി ബുഷാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രൂണിങ് ചെയ്യുന്നത്. അടുത്ത പ്രൂണിങ് ചെയ്യേണ്ട സമയം ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റിൽ മഴയില്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്രൂൺ ചെയ്യുക, അല്ലെങ്കിൽ മഴ മാറുന്നതുവരെ വെയിറ്റ് ചെയ്തിട്ട് സെപ്റ്റംബർ ഉള്ളിൽ നമ്മൾ പ്രൂൺ ചെയ്താൽ മതി. ഈ പ്രൂണിങ്ങാണ് നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന പ്രൂണിങ്. എന്തെന്നാൽ ഈ പ്രൂണിങ്ങിലൂടെയാണ് നമ്മുടെ ചെടികളിൽ നിറയെ ബഡ്സ് ഉണ്ടാകുന്നതും അതെല്ലാം വിരിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതും ഈ രണ്ടാമത്തെ പ്രൂണിങ്ങിലൂടെയാണ്. പിന്നീട് വരുന്ന വസന്തകാലത്തിൽ നമ്മുടെ ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ അഡീനിയങ്ങളും നിറഞ്ഞ് പൂവിട്ട് നിൽക്കും. ഇനി നമുക്ക് പറയാനുള്ളത് റീപോട്ടിങ്ങിനെ കുറിച്ചാണ്. റീപോട്ടിങ് പ്രൂണിങ് പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അഡീനിയത്തിൻ്റെ കാര്യത്തിൽ. മറ്റ് ചെടികളെപ്പോലെ വേര് തിങ്ങി വളർന്ന് ചട്ടി നിറയുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമല്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡീനിയത്തിൻ്റെ കാര്യത്തിൽ വർഷം ഒരു തവണ നിർബന്ധമായും അഡീനിയം റീപോർട്ട് ചെയ്യേണ്ടതാണ്. ചെയ്യേണ്ട സമയം എക്സ്പേർട്സൊക്കെ പറയുന്നത് ഡിസംബർ ആണെന്നാണ്. ഡിസംബറാണ് ഏറ്റവും നല്ല കാലം എന്നാണ്. അതായത് പൂക്കളൊക്കെ കൊഴിഞ്ഞ് ചെടികളൊക്കെ ഒരു ഉറക്ക സ്റ്റേജിലേക്ക് എത്തുന്ന സമയമാണ് നമ്മുടെ മഞ്ഞുകാലം. അപ്പോൾ ആ ഒരു സമയത്ത് റീപോർട്ട് ചെയ്താൽ വലിയ വിഷയങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ തണുപ്പ് കൊണ്ട് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുകയും പുതുതളിരുകളൊക്കെ വേഗം വരികയും ചെയ്യും എന്നാണ് പറയുന്നത്. അതിനുശേഷം 2-3 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് അടുത്ത പ്രൂണിങ് ഫെബ്രുവരിയിൽ ചെയ്യാം എന്നുള്ളത് കൊണ്ടുമാണ് ഡിസംബറിലാണ് റീപോർട്ടിങ്ങിന് പറ്റിയ സമയം എന്ന് പറയപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വ്യക്തിപരമായി ഞാൻ മറ്റു മാസങ്ങളിലും റീപോർട്ട് ചെയ്യാറുണ്ട്. എനിക്കൊരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് നടക്കില്ല. ഓരോന്നോരോന്നൊക്കെയാണ് ചെയ്യുന്നത്. ചിലത് വിട്ടു പോകാറുണ്ട്. അപ്പോൾ ഞാൻ മഴയത്തും റീപോർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ സാധാരണഗതിയിൽ പറയപ്പെടുന്നത് ഡിസംബറിലാണ് റീപോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്നാണ്. ഇനി നമുക്ക് അഡീനിയത്തിന് കൊടുക്കാവുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയും അത് എപ്പോഴാണ് കൊടുക്കാവുന്നതിനെ ചൊല്ലിയും സംസാരിക്കാം. നമ്മൾ റോസിനും മറ്റ് ചെടികൾക്കുമൊക്കെ കൊടുക്കാറുള്ള പുളിപ്പിച്ച വെള്ളം, അതുപോലെ പാൽപാത്രം കഴുകിയ വെള്ളം, അരി അരച്ച മാവ് ഇരുന്ന പാത്രം കഴുകിയ വെള്ളം, അങ്ങനെ കുറച്ച് അടുക്കളയിൽ നിന്ന് നമുക്കുണ്ടാക്കാവുന്ന കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ വളങ്ങളും, എല്ലാ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും നമുക്ക് അഡീനിയത്തിനും കൊടുക്കാവുന്നതാണ്. അതുപോലെ NPK, എപ്സം സാൾട്ട്, ഈ പറയപ്പെടുന്ന ഹ്യൂമിക് ആസിഡ്, ഇതെല്ലാം തന്നെ അഡീനിയത്തിനും കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൊടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ചുവട് ഉണങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചുവട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവർക്കും അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫുൾ ടൈം വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും അഡീനിയത്തിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഫെർട്ടിലൈസേഴ്സ് എല്ലാം കൊടുക്കുന്നതെല്ലാം തന്നെ അഡീനിയത്തിനും കൊടുക്കാറുണ്ട്. നിങ്ങൾക്കങ്ങനെ വെയിലില്ല, അതുപോലെ അഡീനിയത്തിൻ്റെ ചുവട് ഉണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അഡീനിയത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതാത് ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന എല്ലാം അഡീനിയത്തിനും കൊടുക്കുക. കാരണം നമ്മൾ ഈ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഈ വളങ്ങളാണ് വർഷത്തിൽ 2 ദിവസം മാത്രം ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും തന്നെ, അതായത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് എല്ലാം തന്നെ അഡീനിയത്തിനും കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാഫ് ഒരു ആഴ്ചയിലൊരു തവണയൊക്കെ, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം മിനിമം സാഫ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സാഫ് മഴയായിരുന്നാലും വെയിലായിരുന്നാലും അഡീനിയത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്.
ഫംഗൽ ഇൻഫെക്ഷനും മറ്റ് ചീച്ചിൽ കാര്യങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം സാഫ് കലക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അതെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. മറ്റ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സിനോടൊപ്പം ഒരു ദിവസം സാഫ് കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടതിന് ഞാൻ ഓരോ ദിവസവും ഓരോന്ന് എന്നുള്ള രീതിയിൽ ചെടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അത് ഞാൻ കൃത്യമായിട്ട് ഓരോ ദിവസം എന്നുള്ള കണക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് അടീനിയത്തിനും ബാധകമാണ്. നല്ലതുപോലെ സൂര്യപ്രകാശമുള്ളിടത്താണെങ്കിൽ ദിവസവും അടീനിയത്തിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞാൻ ആ പറഞ്ഞ ഒരു ചാർട്ട് പ്രകാരം നമുക്ക് എല്ലാ ചെടികൾക്കും ഒരേ ദിവസം തന്നെ എല്ലാം ഒരുപോലെ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയും അല്ലാതെയും നമുക്ക് അടീനിയങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതേ ചൊല്ലിയും അതുപോലെ ഓരോ ഭാഗത്തു നിന്നും, അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് അടീനിയം പ്ലാന്റ്സ് നമുക്ക് ലഭ്യമാണ്. അവയെക്കുറിച്ചുള്ളതും ഓൺലൈൻ സെല്ലിങ്ങിനെ കുറിച്ചുള്ളതുമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടീനിയം കെയർ ചെയ്യുന്നത് എങ്ങനെയെന്നറിയില്ല, അത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്, അത് ചീഞ്ഞു പോകുന്നൊരു ചെടിയല്ലേ എന്നിങ്ങനെയൊക്കെ കുറേ മിഥ്യാധാരണകളുള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അത്ര പ്രയാസപ്പെട്ട ഒരു സംഗതിയല്ല അടീനിയം വളർത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടീനിയത്തെക്കുറിച്ച് ഇനി അറിഞ്ഞിരിക്കേണ്ടത് അടീനിയം വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം നന്നായിരിക്കട്ടെ. അതുപോലെ ചെടികൾ നിറയെ പൂക്കൂട പോലെ പൂവ് പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ചോയ്സാണ് ഈ അടീനിയങ്ങൾ എന്നുള്ളത്. അത് അറിയാത്തവർക്കായി ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം അത് മനസ്സിലായി എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയുമായി വരും വരേക്കും ബൈ.